ഹായ് നമസ്കാരം, നവകേരളം വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ചാണ്. നമ്മുടെ കേരളം ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. എ ന്യൂ നോർമൽ ബഡ്ജറ്റ്. അപ്പോൾ എന്താണ് ന്യൂ നോർമൽ ബഡ്ജറ്റ് എന്ന് നമുക്ക് കാണാം. അതേക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാം. ഒരു ജനതയുടെ നാളെക്കുറിച്ച് നിർണ്ണയിക്കുന്ന മാർഗരേഖ, അതേക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അതാണ് ഇന്നത്തെ നവകേരളം വ്ലോഗിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. കേരളത്തിലെ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വർഷം 15 കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. ഇത് 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അപകട ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ 15 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം ആ സ്കൂളുകളിൽ പോയി വിദ്യാർത്ഥിനികളോട് തന്നെ ആരായാനായിട്ട് പാട്യത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയാണ്. ഞാൻ ഈ കയറി ചെല്ലുന്നത് നമ്മളിപ്പോൾ കണ്ടു മേളിൽ നിന്ന് മറ്റേ ചില ഇംഗ്ലീഷ് മൂവി തുടങ്ങുമ്പോൾ ആദ്യം ഒരു കൊട്ടാരം കാണുന്നത് പോലെ ഒരു കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതൊരു കൊട്ടാരമാണോ സത്യത്തിൽ? അല്ല, ഇതൊരു ഗവൺമെൻറ് സ്കൂളാണ്, ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതായത് ഒരു 10 വർഷം കൊണ്ട് മാറിയ ഒരു സ്കൂളിൻ്റെ ലുക്കാണ് നമ്മൾ ഈ കാണുന്നത്. ആ സ്കൂളിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. ഇതൊക്കെയാണ് എല്ലായിടത്തും ഉള്ള വികസനം എന്ന് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ തെളിവാണ്. എത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ കൂട്ടുകാർ. ഒരു ഗവൺമെൻറ് സ്കൂളാണ്, പ്രൈവറ്റ് സ്കൂളല്ലേ കേട്ടോ. നടന്നു വരുന്നത്. ഇവർക്കൊരു സല്യൂട്ട് കൊടുത്താലോ? ഹായ്. അതാണ് ഡിസിപ്ലിൻ. ഞാൻ സല്യൂട്ട് കാണിച്ചിട്ടൊന്നും അവർ ഇല്ല, അവരവരുടെ പാട് നോക്കി പോകുന്നു. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞാനിങ്ങോട്ട് തേടി വന്നത് നമ്മുടെ സ്കൂളുകളിലെ കൂട്ടുകാർക്ക്, കൊച്ചു കുട്ടികൾക്ക് 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അപ്പോൾ അതിൻ്റെ വിശേഷം അവരോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. പ്രഥമ അധ്യാപിക നമുക്കിപ്പോൾ ഉണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ടീച്ചറിന്റെ പേര്? എൻ്റെ പേര് സംസ്മിത. ഇത് ഗവൺമെന്റ് സ്കൂൾ തന്നെയാണോ? ഇത് ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ്. പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ ഒരു 10 വർഷമായി ഒരു മുന്നേറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. അപ്പോൾ 2020-ലാണ് ഇത് ഇത്രയും മനോഹരമായൊരു കെട്ടിട സമുച്ചയം സഫലമായത്. ഈ ഒരു ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സർക്കാർ കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് കൂടെ ഏർപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് എന്താണ്? തീർച്ചയായിട്ടും നല്ലൊരു സ്കീം തന്നെയാണ്. റോഡ് അപകടങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്തുമാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകട ഇൻഷുറൻസ് കുട്ടികൾക്ക് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു സ്കീമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിച്ചു നോക്കാം. അന്വയല്ലേ പേര്? ഓക്കെ, എല്ലാവരുടെയും പേര് നെയിം ബോർഡിലുണ്ടല്ലോ. അന്വയ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9-ല്. നല്ലൊരു സ്കൂൾ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ സർക്കാർ നിങ്ങളുടെ കാര്യത്തിലും കൂടെ ഇടപെട്ടിരിക്കുകയാണ്. അതായത് വിദ്യാർത്ഥിനികൾക്ക് അപകട ഇൻഷുറൻസ്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നല്ലൊരു പദ്ധതിയാണ്. കാരണം ഇപ്പം മിക്ക കുട്ടികളും നടന്നിട്ടില്ല അന്ന് സ്കൂളിൽ വരിക. അപ്പം അപകടമാണ് എപ്പോൾ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അഥവാ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചിലവ് ഇപ്പം ഭയങ്കര ചിലവാണ് ഹോസ്പിറ്റലിലെല്ലാം. അപ്പം ആ ചിലവ് രക്ഷിതാക്കൾ എടുക്കേണ്ടി വരും. അത് സർക്കാർ എടുക്കുക പറഞ്ഞാൽ അത് നമ്മളെ ഒരു രക്ഷിതാക്കൾക്കോ എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണ്. കുട്ടികളെ പറഞ്ഞു വിടാനല്ലോ നല്ലൊരു പദ്ധതി തന്നെയാണ്. എന്താണ് ഈ ഒരു സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല സ്കീമാണ്. എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളായ ഒരു സ്കീം തന്നെയാണ് സർക്കാർ ഇതാക്കിയിട്ടുള്ളത്. മോളുടെ പേരെന്താണ്? ശിവാനി. എന്താണ് നമ്മുടെ ഈ ഒരു സ്കീമിനെ കുറിച്ച് പറയാൻ? നല്ല അഭിപ്രായം അല്ലേ?
ഇങ്ങനെ ഹൈടെക് ക്ലാസിന്റെ ഫ്രണ്ടിലൂടെയാണ് ഞാൻ നടന്നു വരുന്ന പ്രൊജക്ടറും ഈ പറഞ്ഞ എല്ലാ സൗകര്യത്തോടും കൂടി നമ്മളെ സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേരളത്തിലെ ഈ കാഴ്ച മനോഹരമാണ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുള്ള ജമീല ടീച്ചറും ചേർന്നിട്ടുണ്ട്. ടീച്ചറെ, ഈ ഒരു തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക വഴി അവർക്കൊരു സേഫ്റ്റി ഉറപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ചികിത്സാ ചെലവുകൾ രക്ഷിതാക്കൾക്ക് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഒരു സമ്പ്രദായം ഏർപ്പെടുത്തിയത് വളരെ അഭിനന്ദനീയമാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഈ കളിക്കളത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും കുട്ടികൾ പോകുന്ന വാഹനങ്ങൾക്ക് പല കുട്ടികളുടെ പ്രായം വെച്ചിട്ട് കുട്ടികൾ ഓടി നടക്കുന്നവരാണ്. അപ്പോൾ അവരെ ഇങ്ങനെ ഒരു കെയർ ചെയ്യുന്നത് വളരെ നല്ലൊരു സ്കീമായിട്ടാണ് തോന്നുന്നത്. ഇത് കുറച്ചും കൂടി നേരത്തെ വന്നു കഴിഞ്ഞാൽ നന്നായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോഴെങ്കിലും അത് വന്നതിൽ വളരെ സന്തോഷം. എല്ലാവിധ അഭിനന്ദനങ്ങളും ഇത് വ്യാഴാഴ്ച. നല്ല അഭിപ്രായം തന്നെ, നല്ല സർക്കാരിന്റെ മുന്നോട്ട് വെച്ച നല്ല അഭിപ്രായം തന്നെ. വെരി ഗുഡ്. പാവപ്പെട്ട കുടുംബങ്ങളാവുമ്പോൾ Yes. പൈസക്ക് നോക്കി എടുക്കേണ്ട ആവശ്യമുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു സ്കീം വന്നപ്പോൾ അവർക്കൊരു ആശ്വാസമായിരിക്കും. കൗൺസിലേഴ്സിനെ സ്കൂളിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള ഈ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ മാനസിക പിന്തുണ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതുതായിട്ട് ഈ ഒരു പദ്ധതിയും കൂടി വന്നപ്പോൾ മാനസികമായും ശാരീരികമായും മൊത്തത്തിൽ അവരെ ലൈഫ് സെക്യൂർ ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു സിസ്റ്റമായിട്ടാണ് തോന്നുന്നത്. സർക്കാർ സ്കൂളിലേക്ക് ഒരു കുട്ടി എത്തുന്നത് അതെ. വളരെ സുരക്ഷയുടെയും മാനസിക സുരക്ഷയും കൂടി അവർക്ക് ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നല്ലൊരു സ്കീമാണിത് സർക്കാർ നടപ്പിലാക്കിയത്. കുട്ടികൾ എന്നും റോഡിലൂടെ നടന്നു വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെയൊരു സുരക്ഷാ പദ്ധതി സർക്കാർ കൊണ്ടുവന്നത് തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. സ്കൂളുകളിൽ നിന്ന് നമ്മൾ കേട്ട വർത്തമാനം അല്ലെങ്കിൽ കണ്ട കാഴ്ചകൾ, അത് വിദ്യാർത്ഥികളും അധ്യാപകരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കട്ടെ, ജനങ്ങളെ എന്താണ് എല്ലാ മേഖലയിലുള്ളവരെയും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കട്ടെ ഓരോ ബഡ്ജറ്റുകളും നമ്മുടെ നാട്ടിൽ വരേണ്ടത്. ഇത് മറ്റു നാടുകളും കണ്ടുപഠിക്കട്ടെ. റോഡപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർപ്പെട്ട സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാവും. ഇതിനായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ഈ പദ്ധതിക്കായി സർക്കാർ 15 കോടി രൂപ മാറ്റിവെക്കുന്നു. റോഡ് വഴി പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു വേണേ, കാരണം റോഡിലൂടെയാണ് പെട്ടെന്ന് അപകടങ്ങളിലൊക്കെ നമ്മൾ സാധാരണ അപകടങ്ങൾ കാണുന്നത്. എന്തായിരുന്നാലും നമ്മുടെ ഈ പുതിയ ബഡ്ജറ്റിൽ അപകടത്തിൽപ്പെടുന്നവരെയും കൂടെ ഒന്ന് ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ. അതായത് അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 ദിവസം ചികിത്സ സൗജന്യമാണ്. നമുക്കറിയാം, ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്നത് പ്രാഥമിക ഘട്ടങ്ങളിലാണ് അല്ലേ. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ചിലവൊക്കെ വരുന്നത്. അത് സർക്കാർ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ആ ബഡ്ജറ്റിനെ കുറിച്ച് ചോദിക്കാം. ഇപ്രാവശ്യം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കുറച്ച് കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയല്ലോ. അതിനെക്കുറിച്ച് ഉള്ള ധാരണ ഒന്ന് പങ്കുവെക്കാവോ? പൊതുവെ ഓട്ടോ തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്രാവശ്യം കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഈ ഓട്ടോറിക്ഷ വാങ്ങിക്കുമ്പോൾ 2% പലിശ സബ്സിഡി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 2% പലിശ സബ്സിഡി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഓട്ടോറിക്ഷ സ്ക്രാപ്പിന് കൊടുക്കുമ്പോൾ 40,000 രൂപ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഡീസൽ പെട്രോൾ ഓട്ടോ ഇലക്ട്രിക്കിലോട്ട് വരാനുള്ള ഒരു അതെ, അതുണ്ട്. അതൊരു നല്ലതാണ്. അതുപോലെ തന്നെ ഓട്ടോ ഓടിച്ച് അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 ദിവസം ഫ്രീ ആയി ഗവൺമെൻറ് 5 ദിവസം ചിലവ് ഗവൺമെൻറ് ഏറ്റെടുക്കാമെന്ന് പ്രഖ്യാപിച്ചു. അതും നല്ലത് തന്നെയാണ്. അതും നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഗതാഗത സൗകര്യങ്ങളിൽ ഇപ്പോൾ റോഡുകളൊക്കെ നന്നായിട്ടുണ്ട്. നമ്മുടെ ഓട്ടോവിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളിലും മുമ്പേ ഉള്ളതുപോലെ ഇല്ല. അത് വേറൊരു വലിയ സത്യമാണ് അവർ പറഞ്ഞ കേട്ടോ. ഇപ്പോഴത്തെ ഈ റോഡുകളെല്ലാം അത്യാവശ്യം മനോഹരമായ റോഡുകളാണല്ലോ. അതുപോലെ പണ്ട് ഈ പണ്ട് നമുക്കറിയാം, കുണ്ടുകുഴിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറയും അവിടെ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. വരാത്തതിൻ്റെ കാരണം ഇതാണ്, അവർക്ക് ഓട്ടോറിക്ഷയിൽ ഒരുപാട് പണി തരും. ഇന്ന് അവർക്ക് ധൈര്യത്തോടെ എല്ലാ റൂട്ടിലേക്കും ഓട്ടോ പഠിച്ച് പോകാൻ പറ്റുന്നുണ്ടല്ലേ, പേടിയില്ലാതെ. കേരളം നല്ല രീതിയിൽ പോട്ടെ അല്ലേ? നല്ല രീതിയിൽ തന്നെ പോട്ടെ. വെരി ഗുഡ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ പിക്കപ്പ് ഓട്ടോയും ബാക്കി ഗുഡ്സും ഒക്കെ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട ഡ്രൈവർമാരുടെ കൂടെയാണ് നിൽക്കുന്നത്. പേരെങ്ങനെയാണ് ചേട്ടാ? പ്രശാന്ത്. അപകടത്തിൽപ്പെടുന്നവർക്ക് 5 ദിവസം സൗജന്യ ചികിത്സ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പ്രാഥമികമായ എല്ലാ മെച്ചപ്പെട്ട ചികിത്സകൾ ഇതിനകത്ത് ഈ 5 ദിവസത്തിനകത്താണ് നടക്കേണ്ടത് അല്ലേ?
എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ബഡ്ജറ്റ്, ഈ ഒരു തീരുമാനങ്ങളെയും? ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു തീരുമാനമാണ്. കാരണം ഈ 5 ദിവസം എന്ന് പറയുമ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു. 5 ദിവസം കൊണ്ട് തന്നെ കുറേ മാറ്റം വരുമല്ലോ. അതെ. അപ്പോൾ നല്ലൊരു തീരുമാനം തന്നെയാണ് എന്തുകൊണ്ടും നല്ലതാണ് പറയുന്നത്. പരമാവധി പാവപ്പെട്ട ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ബഡ്ജറ്റാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ല തന്നെയാണ് ബഡ്ജറ്റ്. സൗജന്യ വിദ്യാഭ്യാസം ബിരുദതലം വരെ നൽകുന്ന ഒരു പദ്ധതി. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. ഈ +2 കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തേടി ഞാൻ നമ്മുടെ കണ്ണൂരിലെത്തിയിരിക്കുകയാണ്. കണ്ണൂരിലെ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജ്, ഗവൺമെൻറ് വിമൻസ് കോളേജിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അനിയത്തിമാരാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ പുതിയ ബഡ്ജറ്റ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഒരു ബഡ്ജറ്റിൽ ഇപ്പോൾ ഡിഗ്രി തലത്തിൽ, അതായത് ആർട്സും സയൻസും ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് +2 കഴിഞ്ഞാലും ഡിഗ്രി വരെ ഗവൺമെൻറ് ഇപ്പോൾ സൗജന്യമാക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും നമ്മളിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഫീസ് അടക്കാനുള്ള ബുദ്ധിമുട്ടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ വലിയൊരു ആശ്വാസമാണ്. വളരെ സന്തോഷം. ഇത് മറ്റുള്ള നാടുകൾക്ക് മാതൃകയാവട്ടെ. അതുപോലെ തന്നെ ഈ +2 വരെ ഇങ്ങനെ സൗജന്യമാക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പാവപ്പെട്ടവരുടെ സമ്പന്നരാവുന്നില്ലല്ലോ. അതിനുശേഷം ഇങ്ങനെ പൈസ കൊടുത്ത് പഠിക്കാനല്ലോ അങ്ങനെ സാഹചര്യം നമ്മുടെ പാരന്റ്സ് ആണല്ലേ ഫീസ് അടയ്ക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെ സാഹചര്യം അവർക്കൊരു ബേർഡൻ ആവാതെ ഇത് നല്ല രീതിയിലാണ് തോന്നി. സ്വാഭാവികമായും സർക്കാർ ഇങ്ങനെ സൗജന്യ വിദ്യാഭ്യാസം തരുമ്പോൾ നല്ല മാർക്കൊക്കെ എടുത്ത് പഠിക്കേണ്ടത് ഇനി ഒരു വലിയ ചുമതലയായി മാറുന്നല്ലേ? എന്ത് പറയുന്നു ഈ ഒരു ബഡ്ജറ്റിനെ കുറിച്ച്? നല്ല തീരുമാനം തന്നെയാണ്. നമുക്കിപ്പം ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് ചിലവേറെ കാര്യം തന്നെ. അപ്പം ഈ ഒരു തീരുമാനം നല്ലതായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്യുന്നു അല്ലേ നിങ്ങളെയും പരിഗണിച്ചതില്? അത് വിദ്യാഭ്യാസമൊക്കെ ഇപ്പൊ കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്ത് വളരെ മാതൃകാപരമായി മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കൊക്കെ വളരെ മാതൃകാപരമായി കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ബജറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്നാ സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാ വിദ്യാർത്ഥികളും. സ്വാഗതം ചെയ്യുന്നുണ്ടോ? സന്തോഷം, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബഡ്ജറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതികരണം. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സാമ്പത്തിക വിദഗ്ധനും ഈ കോളേജിലെ എക്കണോമിക്സ് അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ KP വിപിൻ ചന്ദ്രനാണ്. ഒരു വിലയിരുത്തൽ ഈ ഒരു ബഡ്ജറ്റിനെ കുറിച്ച്. ഒരു നോളജ് എക്കോണമി ഒരു സമൂഹത്തിലേക്ക് കേരളത്തിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു വലിയൊരു സ്റ്റെപ്പായിട്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. എന്താണ് ഈ ന്യൂ നോർമൽ ബഡ്ജറ്റ്? ഇനി അങ്ങോട്ടുള്ള കേരളം ഈ നോർമൽ ഇതിൽ പോയാൽ പോരാ, ഒരു ന്യൂ നോർമലിലേക്ക് നെക്സ്റ്റ് ട്രാൻസിഷൻ ഫേസ് ആണ്. ആ നെക്സ്റ്റ് ട്രാൻസിഷൻ ഫേസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇനി നിയർ ഫ്യൂച്ചറിൽ കേരളം എങ്ങനെ പോകും, ആ കേരളം എങ്ങനെ പോകുന്നതിൻ്റെ ഒരു ന്യൂ നോർമൽ, അതാണ് ഒരു ന്യൂ നോർമൽ എക്കോണമി. ആ രീതിയിലേക്ക് കേരളം മാറണം, അല്ലെങ്കിൽ ആ മാറുന്നതിനുള്ള ഒരു കൃത്യമായ ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ തോന്നുന്നു ഈ ഒരു കേരള ഗവൺമെന്റിന്റെ ഒരു നയത്തോട് പ്രഖ്യാപനത്തോട് ഈ ബഡ്ജറ്റിനോട്. നല്ലൊരു പ്രഖ്യാപനമാണ്. ബിക്കോസ് ഇപ്പം പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ ധാരാളം ഉണ്ട് കേരളത്തിലായാലും. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടും, അത് ഉറപ്പ് വരും. കാരണം എന്ന് വെച്ചാൽ ഫീസൊന്നും അധികമില്ലാത്ത സാഹചര്യത്തിൽ എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കും. അതുപോലെ പാവപ്പെട്ടവർ, പൈസക്കാർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉറപ്പാവും. ഒരു വേർതിരിവ് ഉണ്ടാവില്ല അല്ലേ? പാവപ്പെട്ടവരാരും പൈസക്കാരും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടി ആരും ഇവിടെ വിഷമിച്ച മുഖത്തൂടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു ഇത് തുടങ്ങി വെക്കുമ്പം തീർച്ചയായും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും കൂടുതൽ പഠനം തുടരാനുള്ള. പൈസ ഇല്ലാണ്ട് തന്നെ കുറേ പേര് പഠിക്കാതിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ അവർക്കൊരു മോട്ടിവേഷൻ ആവുമല്ലോ, പഠിക്കണം, അങ്ങനെ നല്ലൊരു ജോലി വാങ്ങണം എന്നുള്ള. നാട് വളരട്ടെ അല്ലേ? ഫ്രീ ആകുമ്പം അത് കുട്ടികൾക്ക് കുറച്ചും കൂടെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുവഴി ഇനിയും ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഹയർ എഡ്യൂക്കേഷനിൽ പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെ തന്നെ ഫീസ് അടക്കാതെ പഠിക്കാം. അതിൽ വളരെ സന്തോഷം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള ചന്ദ്രമോഹൻ സാറിനൊപ്പമാണ്. ഈ ഒരു മാറ്റത്തേക്ക് എങ്ങനെ കാണുന്നു?
ഒരു പ്രഥമ അധ്യാപകൻ എന്ന നിലയിൽ? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കോളേജ് ക്യാമ്പസിനകത്ത് പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വരുന്നുണ്ട്. അവർക്ക് കുറേ കൂടി ഇപ്പോഴും തന്നെ പലതരത്തിലുള്ള സപ്പോർട്ട് അവർക്കുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായിട്ടും സൗജന്യമാകുന്നു എന്നുള്ളത് നമ്മുടെ മേഖലയിൽ നിന്ന് ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഏറ്റവും താഴേക്കടയുള്ള കുട്ടികളെ പോലും നമുക്ക് ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. സർ, ഗിഗ് തൊഴിലാളികൾ ഇന്ന് വളരെയധികം സാർവത്രികമായിരിക്കുന്നു. ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന തൊഴിലുകൾ ഉൾപ്പെടെ ചെയ്യുന്ന ഗിഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഗൗരവമായി ഇനിയും അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. കൂടാതെ ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധികളിൽ അംഗമാകുന്നതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കും. ഗിഗ് തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗിഗ് ഹബ്ബുകൾ സർക്കാർ ഒരുക്കും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. നമ്മളാരും ഒരു ബഡ്ജറ്റിലും ഇതുവരെ പരിഗണിക്കപ്പെടാത്ത ഒരു വിഭാഗത്തെ കൂടെ പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഈ ബഡ്ജറ്റ് എത്തിയെന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആ എല്ലാ മേഖലയിലുള്ള ഇതുവരെ ആരും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ ആൾക്കാരെ അറിയാവോ? ഇപ്പോഴും നിങ്ങൾ അവരെ കാത്തിരിപ്പുണ്ടാവും. ഒരു ഓർഡർ കൊടുത്തിട്ട് ആ ഓർഡർ ഇപ്പോൾ കൊണ്ട് തരുമോ, അല്ലെങ്കിൽ ആ ഒരു മാപ്പ് നോക്കി അവരെവിടെ എത്തി എന്നൊക്കെ അറിയുന്ന അല്ലേ നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്ന ആ ഡെലിവറി ബോയ്സ്, ഗിഗ് തൊഴിലാളികൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവർക്ക് വിശ്രമ കേന്ദ്രം വരികയാണ്. ഒരു റെസ്റ്റോറൻറ്റ് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരുന്നുണ്ട്. ഹായ്. നമ്മളല്ലേ ഭക്ഷണം ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് സമയത്തിന് വിശന്ന് കാത്തിരിക്കുന്നവർക്ക് സമയത്തിന് അത് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് അല്ലേ ജീവിതം? അതെ, ശരിയാണ്. പേരെന്താണ്? ജിതിൻ ഒരു ഗിഗ് തൊഴിലാളിയാണ്. അപ്പോൾ ഇപ്പോൾ ഫുഡ് നിന്ന് കഴിഞ്ഞാൽ അബദ്ധമായി പോയല്ലേ? അതെ സാർ. അപ്പൊ നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ നമ്മുടെ പുതിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ വെയിറ്റിംഗ് റൂമൊക്കെ വരികയാണ്. അതും ഫുള്ള് AC. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും മൊബൈലിലൂടെയാണല്ലോ കാര്യങ്ങൾ. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം, പിന്നെ നിങ്ങളുടെ ഒരു വിശ്രമ കേന്ദ്രമൊക്കെ വരികയാണ്. ഏതാണ്ട് 20 കോടി രൂപയാണ് നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്, നിങ്ങളുടെ ഈ കൂട്ടുകാർക്കും ഒക്കെ? വളരെ സന്തോഷം സാർ. ഈ ബഡ്ജറ്റിൽ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ഉൾപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതെ, ശരിയാണ്. വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നെട്ടോട്ടമൊക്കെ ഈ ഫുഡ് വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ മൊബൈൽ ചാർജ് ചെയ്യണം, പെട്ടെന്ന് മൊബൈൽ ചാർജ് തീർന്നു പോവുക. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം വരുന്നത് വളരെ നല്ലതായിരിക്കും സാർ. ഓക്കെ, ഒരുപാട് സന്തോഷം. എനിക്ക് ഈ ചിരി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് ഹൃദയം നിറഞ്ഞു കേട്ടോ. നമ്മുടെ ബഡ്ജറ്റിലെ ഏറ്റവും നന്മയുള്ള ഒരു കാഴ്ച കൂടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, എന്നാ വെയിറ്റ് ചെയ്യണ്ട, ഫുഡുമായിട്ട് പൊക്കോളൂ. ഇതാണ് അവരുടെ ജോലി. അവരെ ഇങ്ങനെ എൻ്റെ കൂടെ സംസാരിച്ച് നിൽക്കാൻ പോലും അവർക്ക് സമയമില്ല. ചൂടാറുന്നതിന് മുമ്പേ ഭക്ഷണം മറ്റുള്ളിടത്ത് എത്തിക്കുക. അവരെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റ്. ചായ മതി, പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനാണ്. ഇവിടെ നിന്ന് ഒരുപാട് പാഴ്സലൊക്കെ പോകുന്നു. നമ്മുടെ തൊഴിലാളികള് ബൈക്കില് ഗിഗ് തൊഴിലാളികൾ അല്ലേ കൃത്യമായിട്ട് ഇവിടെ നിന്ന് ഓർഡർ എടുത്ത് അവരുടെ ഉപഭോക്താക്കളുടെ അടുത്തേക്ക് സ്ഥിരപ്പായാണ്. ഇവിടെ ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എല്ലാവരും ഓൺലൈൻ ഓർഡർ ചെയ്യണം. പക്ഷേ ഈ ഓർഡർ കൊണ്ട് ഈ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ ഓടി നടക്കുന്ന കൂട്ടുകാരെ കുറിച്ച് കൂടെ ഒന്ന് സംസാരിച്ചോട്ടെ. എന്ത് തോന്നുന്നു ഈ തൊഴിലാളികൾക്ക് ഇങ്ങനെ നേട്ടം വരുന്നതിനെ കുറിച്ച്? നല്ല കാര്യമാണ്. സർക്കാർ അവരെ കൂടി പരിഗണിച്ചല്ലോ. ഇത്രയും കാലമായിട്ട് ഇല്ലാതൊരു കാര്യമാണ്. നന്നായിട്ട് പോകും. നല്ല കാര്യം തന്നെയാണ് അല്ലേ. പിന്നെ ഈ തിരക്ക് ട്രാഫിക്കിനിടയിലൂടെയാണൊക്കെ ഇവർക്ക് പോകുന്നത്. ഒരിക്കലും അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ബഡ്ജറ്റിൽ കുറെ നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തിന് പെടുന്നവർ സർക്കാർ എല്ലാവരെയും പരിഗണിക്കുന്നത് തന്നെ ഒരു അത് എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്. നല്ല ചായ ചായ എന്തായിരുന്നാലും ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമായതുകൊണ്ടായിരിക്കാം ചായക്ക് നല്ല രുചി. പിന്നെ ഈ പഴയതുപോലെ അല്ലേ സർക്കാർ എല്ലാവരെയും പരിഗണിക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ സന്തോഷമുള്ള കാഴ്ചകൾ കേട്ടോ.